നമസ്കാരം, കമത്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് SLC ഓൺലൈൻ ക്ലാസ് ആണ്. ഇന്ന് 15ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു സെക്ഷൻ ആണ്. ചില നമ്പേഴ്സ് തന്നാൽ നമുക്ക് കൂട്ടാനുള്ള എളുപ്പ വഴികൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ 1 + 2 + 3 എത്രയാണെന്ന് നമുക്ക് വേണമെങ്കിൽ കൂട്ടിക്കാണാം. ഞാൻ ആൻസർ എഴുതുന്നു 6. ഇത് കൂടാതെ ഇതിന്റെ കൂടെ മിഡിൽ നമ്പറുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ എഴുതുന്നു 3 × 2. മിഡിൽ നമ്പർ ഇവിടെ 2 ആണ്. ഞാൻ മിഡിൽ നമ്പറുമായിട്ട് കണക്ട് ചെയ്ത് 3 × 2 ആണ് 6 എന്ന് എഴുതുന്നു. വീണ്ടും കുറച്ച് നമ്പേഴ്സ്, ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. വേറെ കുറച്ച് നാച്ചുറൽ നമ്പേഴ്സ് ആണ് 4, 5, 6. ഇത് കൂട്ടിയാൽ കിട്ടുന്നത് 5, 4, 9, 9, 6, 15. അതിനെ മിഡിൽ ടേമുമായിട്ട് കണക്ട് ചെയ്ത് എഴുതാം 3 × 5. വീണ്ടും 8, 9, 10. ഇതിന്റെ ആൻസർ നമുക്ക് മിഡിൽ നമ്പറുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ആദ്യം എഴുതാം 3 × എത്രയായിരിക്കും 9, അതായത് 27. ശരിയാണോ നോക്കുക. 8, 9, 17, 10, 27. ഇവിടെ നമ്മൾ കാണുന്ന കാര്യം, തുടർച്ചയായ 3 നമ്പേഴ്സ് കൂട്ടാനുള്ള എളുപ്പ വഴി മിഡിൽ നമ്പർ ഇൻറ്റു 3. മിഡിൽ നമ്പർ ഇൻറ്റു 3 നോക്കാം. 10, 11, 12 ഇത് കൂട്ടാനുള്ള എളുപ്പ വഴി നോക്കുക. ആൻസർ കിട്ടുമ്പോൾ 33 ആണ്. അതായത് കൂട്ടാനുള്ള എളുപ്പ വഴി 3 × 11. ഇതിൽ നിന്ന് നമുക്ക് 3 നമ്പേഴ്സ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. x + 1, x + 2 ആണെങ്കിൽ ഇതിന്റെ സം 3 × x + 1 ആയിരിക്കും. അതായത് തുടർച്ചയായ 3 സംഖ്യകളുടെ തുക കാണാനുള്ള എളുപ്പ വഴിയാണ് 3 × മിഡിൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ 5 നമ്പേഴ്സ് തന്നാൽ എന്തായിരിക്കും നമുക്ക് നോക്കാം. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക നമ്മൾ കാണാൻ പോകുന്നു. നോക്കുക. 1 + 2 + 3 + 4 + 5. ആൻസർ നമുക്ക് കൂട്ടി കണ്ടുപിടിക്കാം. 2, 3, 3, 3, 3, 6, 4, 10, 5, 15. ഇതിനെ മിഡിൽ നമ്പറുമായിട്ട് കണക്ട് ചെയ്യുന്നു 5 × 3. വീണ്ടും ഞാൻ വേറെ നമ്പേഴ്സ് എഴുതുന്നു 10, 11, 12, 13, 14. ഇപ്പോൾ 5 നമ്പേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ തുക ഞാൻ കണ്ടുപിടിക്കുന്നു. ആൻസർ നോക്കുക. 60 എന്ന് കിട്ടുന്നു. ആൻസർ മിഡിൽ നമ്പറുമായിട്ട് കണക്ട് ചെയ്താൽ 5 × 12. അതായത് തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ, sum of 5 consecutive natural numbers is 5 times the middle number. ഇതിൽ നമുക്ക് പറയാം 5 തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ കൂട്ടുകയാണെങ്കിൽ അതിന്റെ തുക എന്ന് പറയുന്നത് മിഡിൽ നമ്പർ ഇൻറ്റു 5 ആയിരിക്കും. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 20, 21, 22, 23, 24. ഇത് കൂട്ടിയാൽ കിട്ടുന്നത് 5 × 22, അതായത് 110 ആണ്. ഇത് കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 110 തന്നെ. അപ്പോൾ നമുക്ക് പറയാം 5 കോൺസിക്യൂട്ടീവ് ടേംസ് x, x + 1, x + 2, x + 3, x + 4 വരെ എടുത്താൽ ഇതിന്റെ സം എന്ന് പറയുന്നത് 5 × x + 2 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടത് 3 നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ 5 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസ്. ഏത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിലും ഈ പ്രത്യേകത പറ്റുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം 3 നമ്പേഴ്സിന്റെ കാര്യം നോക്കുക. നമ്പേഴ്സ് ഉദാഹരണത്തിന് 10, 15, 20. ഇവിടെ അരിത്തമെറ്റിക് സീക്വൻസ് ആണിത്. ഡിഫറൻസ് 5 ഉള്ളത്. ഇതിന്റെ സം ഞാൻ കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് നോക്കുക. 10 + 15 + 20 ആൻസർ 45 ആണ്. അതായത് 15 × മിഡിൽ നമ്പർ ഇൻറ്റു 3. 15 × 3 ചെയ്ത് കഴിയുമ്പോൾ 45 എന്ന് കിട്ടും. വീണ്ടും 2, 4, 6 3 നമ്പേഴ്സ് അരിത്തമെറ്റിക് സീക്വൻസിലുള്ള ഞാൻ എടുത്തിരിക്കുന്നു. ഇതിന്റെ സമ്മും ഇതുപോലെ തന്നെ 6, 4, 10, 2, 12. അതായത് 3 × മിഡിൽ നമ്പർ തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തുടർച്ചയായ
ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ തുടർച്ചയായ 3 നമ്പറുകൾ എടുത്താൽ അതിന്റെ സം എന്നത് മിഡിൽ നമ്പർ ഇൻറ്റു 3 ആയിരിക്കും. അപ്പോൾ 5 നമ്പേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും? ഉദാഹരണത്തിന് 8, 10, 12, 14, 16. ഇവിടെ ഞാൻ 5 നമ്പേഴ്സ് എടുത്തിരിക്കുന്നു. ഇതിന്റെ സം മിഡിൽ നമ്പർ ഇൻറ്റു 5 ആയിരിക്കും. 12 ഇൻറ്റു 5. ആൻസർ 60 എന്ന് എഴുതാം. നോക്കൂ, 12ഉം 8ഉം 20, 10ഉം 30, 40, 50, 60. 8, 10, 12, 14, 16 ഈ നമ്പേഴ്സ് കൂട്ടുമ്പോൾ എനിക്ക് 60 എന്ന് കിട്ടുന്നു. എളുപ്പ വഴിയിൽ നമുക്ക് 12 ഇൻറ്റു 5 എന്ന് എഴുതാം. കാരണം 5 ടേംസ് ആണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യം, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ തുടർച്ചയായ 5 നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാൻ 5 ഇൻറ്റു മിഡിൽ നമ്പർ ചെയ്താൽ മതി. 3 നമ്പേഴ്സ് ആണെങ്കിൽ 3 ഇൻറ്റു മിഡിൽ നമ്പർ. അപ്പോൾ 7 നമ്പർ ആണെങ്കിൽ 7 ഇൻറ്റു മിഡിൽ നമ്പർ. ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നു ടെക്സ്റ്റിലെ ചില ചോദ്യങ്ങൾ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. പേജ് നമ്പർ 28ൽ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യമാണ്, റൈറ്റ് 3 arithmetic sequence. 3 arithmetic sequence എഴുതണം with 30 as the sum of first 5 terms. ആദ്യത്തെ 5 നമ്പർ കൂട്ടിയാൽ 30 കിട്ടാവുള്ളൂ. അതായത് 3 arithmetic sequence എഴുതാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. 30 കിട്ടണം 5 ടേംസ് കൂട്ടിയാൽ. അവിടെയാണ് നമ്മുടെ മെയിൻ പോയിന്റ്. 5 ടേംസ് കൂട്ടിയാൽ 30 കിട്ടണമെങ്കിൽ മിഡിൽ നമ്പർ എന്താണ് എന്ന് ആദ്യം കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. 5 നമ്പേഴ്സ് എഴുതുന്നു. ഈ 5 നമ്പേഴ്സിൽ മിഡിലുള്ള നമ്പറുമായിട്ട് ബന്ധം 30 എന്താണ്? അതായത് 5 ഇൻറ്റു മിഡിൽ നമ്പർ is equal to 30. അപ്പോൾ മിഡിൽ നമ്പർ is equal to 30 by 5. ആൻസർ 6 എന്ന് കിട്ടുന്നു. അപ്പോൾ 6 മിഡിലിൽ വരുന്ന രീതിയിൽ നമുക്ക് 3 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതിയാൽ മതി. ആദ്യത്തെ അരിത്തമെറ്റിക് സീക്വൻസ് നോക്കുക. 6 മിഡിലിൽ വരുമ്പോൾ 1 വെച്ച് ഞാൻ കുറച്ച് എഴുതിയാൽ 5, 4. വീണ്ടും 1 വെച്ച് കൂട്ടി എഴുതിയാൽ 7, 8. ഇത് കൂട്ടിയാൽ 30 ആണ് കിട്ടുന്നത്. 5, 4, 9, 6, 15, 7, 22, 8, 30. വീണ്ടും മിഡിലിൽ 6 എന്ന് എഴുതി. അങ്ങനെ മറ്റ് നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. 6, ഇതിന്റെ പുറകിൽ ഞാൻ 2 കുറയ്ക്കുന്നു. അപ്പോൾ 4, വീണ്ടും 2 കുറച്ചാൽ 2. ഇതുപോലെ 2 മുന്നോട്ട് കൂട്ടി 8, 2 കൂട്ടിയാൽ 10. ഇതിന്റെ സമം 30 തന്നെയാണ്. 4, 2, 6, 6, 6, 12, 8, 20, 10, 30. വീണ്ടും ഒരെണ്ണം കൂടി നമുക്ക് എഴുതാം. 6 ആണ് മിഡിൽ നമ്പർ. ഇവിടെ ഇഷ്ടമുള്ള ഒരു നമ്പർ കൂട്ടുന്നു, അതേ നമ്പർ പുറകോട്ട് കുറച്ചു എഴുതുക. ഇപ്പോൾ 5 ആണ് കൂട്ടുന്നതെങ്കിൽ 6, 5, 11, 11, 5, 16. അപ്പോൾ 5 കുറച്ചാൽ 1, വീണ്ടും 5 കുറച്ചാൽ -4. ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ്. ഫസ്റ്റ് ടൈം -4, കോമൺ ഡിഫറൻസ് ഇവിടെ 5. ഒരെണ്ണം കൂടെ നമുക്ക് എഴുതാം. ഇപ്പോൾ മിഡിലിൽ 6 ഞാൻ 3 വെച്ച് കൂട്ടുന്നു. അപ്പോൾ 9, 3, 12. അപ്പോൾ 3 കുറച്ചാൽ 3, വീണ്ടും 3 കുറച്ചാൽ 0. അപ്പോൾ 0, 3, 6, 9, 12 എന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിന്റെ സം 30 തന്നെ വരുന്നുണ്ട്. 3 സീക്വൻസ് എഴുതാനാണ് ചോദിച്ചത്. നമ്മളിപ്പോൾ ഇവിടെ 4 സീക്വൻസ് എഴുതിയിട്ടുണ്ട്. 5 ടേംസിന്റെ സം 30 എന്ന ചോദ്യത്തിൽ തന്നിരുന്നു. അരിത്തമെറ്റിക് സീക്വൻസിൽ 5 ടേംസിന്റെ സം 30 വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, മിഡിൽ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാം. 30 ÷ 5 ചെയ്യുമ്പോൾ കിട്ടുന്ന 6 ആണ് അവിടുത്തെ മിഡിൽ നമ്പർ. ഇതിൽ നിന്ന് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ സാധിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പേജ് നമ്പർ 28ലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ചോദ്യം: The first term of an arithmetic sequence is 1 and the sum of the first 4 terms is 100. Find the first 4 terms. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു 4 ടേംസ് കൂട്ടിയാൽ 100 കിട്ടണം. അതിൽ ആദ്യത്തെ നമ്പർ 1 എന്ന് തന്നിരിക്കുന്നു. ഇതിന്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 1 ആണ് ആദ്യത്തെ നമ്പർ. പിന്നീടുള്ള 3 നമ്പേഴ്സ് കൂട്ടിയാൽ 99 അല്ലേ കിട്ടുന്നത്. 1 ആണ് ആദ്യത്തെ നമ്പർ. ഇതിന്റെ കൂടെ പിന്നെയുള്ള 3 നമ്പറും കൂടെ കൂട്ടുമ്പോൾ 100 കിട്ടും. അപ്പോൾ സം ഓഫ്
3 terms is equal to 100 minus 1, അതായത് 99 ആണ് sum of 3 terms. Sum of 3 terms 99. അപ്പോൾ 3 into middle number is equal to 99. അതിൽ നിന്ന് middle number is equal to 99 by 3, അതായത് 33 എന്ന് കിട്ടും. ഈ മൂന്ന് നമ്പേഴ്സിന്റെ മിഡിൽ നമ്പർ ആണ് 33. ഇപ്പോൾ നമുക്ക് കിട്ടിയത് തേർഡ് പൊസിഷനിലുള്ള നമ്പർ ആണ്. അപ്പോൾ സെക്കൻഡ് ടേം കാണാം. സെക്കൻഡ് ടേം is equal to 1 plus 33 by 2. മൂന്ന് നമ്പേഴ്സ് നമുക്ക് തരുന്നു എ ബി സി. അപ്പോൾ മിഡിലുള്ള നമ്പർ ബി കണ്ടുപിടിക്കാൻ എ പ്ലസ് സി ബൈ 2 ചെയ്താൽ മതി. അതായത് 1 plus 33 by 2 ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം നമുക്ക് കിട്ടും. അതായത് 34 by 2 17 ആണ് സെക്കൻഡ് ടേം. ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ തുടർച്ചയായ മൂന്ന് നമ്പേഴ്സ് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് പറയാം. കോമൺ ഡിഫറൻസ് is equal to 17 minus 1 16. ഇപ്പോൾ കോമൺ ഡിഫറൻസ് 16 ആണ്. അപ്പോൾ ഫോർത്ത് ടേമും കൂടെ കണ്ടാൽ മതി. ഫോർത്ത് ടേം is equal to 33 plus 16, ആൻസർ 49. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ്, അതിലെ 4 നമ്പേഴ്സ് കൂട്ടിയാൽ 100 ആണ് കിട്ടുന്നത്. ആദ്യത്തെ നമ്പർ 1. അപ്പോൾ ആ സീക്വൻസ് നമുക്ക് നോക്കാം. 1 17 33 49. പേജ് നമ്പർ 28ലെ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.